ഓക്കെ, അപ്പൊ നമുക്കിന്ന് SCERT ഫ്രഞ്ച് വിപ്ലവം അല്ലെ, ഇപ്പൊ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ തന്നെ വരുന്ന ഫ്രഞ്ച് വിപ്ലവം നോക്കിയിട്ടുള്ളതാണ്, എന്നാലും ഒരു റിവിഷൻ പോലെ. ഇത് ഇന്നിപ്പോ ചോദിച്ചിട്ടുള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് അതങ്ങ് നോക്കി തീർക്കാന്ന് വിചാരിച്ചേ. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നമുക്കറിയാം. വിപ്ലവങ്ങളെ കുറിച്ച് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ഈ ഫ്രഞ്ച് വിപ്ലവം എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം നടന്ന വിപ്ലവം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഏറ്റവും ആദ്യം നടന്ന വിപ്ലവം ഏതാ? എല്ലാവരും ഉറക്കത്തിലാണോ? ഏതാണ്? ഇംഗ്ലണ്ടിലെ വിപ്ലവമായിരുന്നു. ഒരു മിനിറ്റ്. ഏറ്റവും ആദ്യം നടന്ന വിപ്ലവം ഇംഗ്ലണ്ടിലെ വിപ്ലവം. ഓക്കെ, അപ്പോ ഇതില് നമുക്കതിന് മുമ്പ് എന്തുണ്ട്, നമുക്ക് അമേരിക്കയിലാണ് വിപ്ലവങ്ങൾക്ക് ആദ്യമായിട്ട് ലീഡ് ചെയ്ത് തുടങ്ങിയത്. കാരണം നമ്മൾ 10ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചർ കാണാം, അമേരിക്ക ലീഡ് ചെയ്യണതും. അതായത് ഈ വിപ്ലവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ആദ്യം ചിന്തിക്കുക, നമുക്ക് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും രാജ്യങ്ങളായിട്ട് രൂപപ്പെടുന്നത് കുറവായിരുന്നു. ഒക്കെ കോളനികളായിരുന്നു. അതായത് പ്രഭുക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന ചെറിയ ചെറിയ ഏരിയകളായിട്ടായിരുന്നു വരുന്നത്. പിന്നീടാണ് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, ജർമ്മനി, പിന്നെ ഫ്രഞ്ച്, ഇതൊക്കെ നടന്നത്. അപ്പൊ ഇതിൽ കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. ഓക്കെ, അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അമേരിക്ക വിപ്ലവം ലീഡ് ചെയ്തത്. അതായത് ഒരു ഫോട്ടോ തന്നെ ഉണ്ട്, അമേരിക്ക എങ്ങനെ ലീഡ് ചെയ്ത് അവർക്കൊരു എന്താണ് പതാകയൊക്കെ ആയിട്ട്, അവരുടെ നാഷണൽ ഫ്ലാഗ് ഒക്കെ ആയിട്ട് അവരങ്ങ് പോവാണ്. അതിനുശേഷം പിന്നീട് യൂറോപ്പിലാകമാനം എന്താണ് ഒരു നവോത്ഥാനം നടക്കുകയാണ്. നവോത്ഥാനം നടക്കുന്ന അതിന് ലീഡ് ചെയ്ത ആളാണ് ആര്? ഫ്രാൻസ്. അപ്പോൾ നമുക്ക് മെറ്റേണിക്ക്, ആസ്ട്രിയൻ ഭരണാധികാരി ആയിരുന്നിട്ടുള്ള മെറ്റേണിക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഫ്രാൻസ് തുമ്മിയാൽ എന്താണ് യൂറോപ്പിലാകമാനം എന്താണ് ജലദോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ എന്ത് നവോത്ഥാനത്തിനും അല്ലെങ്കിൽ വിപ്ലവത്തിനും തുടക്കം കുറിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം അമേരിക്കയാണ് ഒരു നാഷണലൈസ്ഡ് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന്, അതായത് എന്താണ് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അവിടെയാണ് വിപ്ലവങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് അവര് സെപ്പറേറ്റ് ഒരു രാജ്യമായിട്ട് മാറി. അതിനുശേഷം എന്താണ് അന്ന് നിലനിന്നിരുന്ന സാമൂഹികമായിട്ടുള്ള ഒരു പരിസ്ഥിതി, അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ഭരണം മൂലം. നമുക്കും അറിയാം, നമ്മുടെ കേരളത്തിലും എന്തുണ്ടായിരുന്നു അല്ലെ, പല തരത്തിലുള്ള വിപ്ലവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചൂഷണത്തിനെതിരെ. അപ്പൊ അത്തരത്തില് യൂറോപ്പിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഫ്രാൻസിലാണ്. അപ്പൊ ആ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മളൊന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോണത്. അപ്പൊ ആലോചിക്കുക, ഈ ഫ്രഞ്ച് വിപ്ലവമാണ് യൂറോപ്പിലെ മൊത്തത്തിലുള്ള ഒരു നവോത്ഥാനത്തിന്. ഞാൻ പറഞ്ഞു ഇതിന് ശേഷമാണ് ഇറ്റലി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം എന്താണ് സ്പ്ലിറ്റ് ആയിട്ട് കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പൊ അത് തന്നെ യൂണിഫിക്കേഷൻ ലാംഗ്വേജിന്റെ ബേസിൽ, കൾച്ചറിന്റെ ബേസിലൊക്കെ ആയിട്ടാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ജർമ്മനി.
പിന്നെ മറ്റ് രാജ്യങ്ങൾ യൂറോപ്പിലെ അവരൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ടാണ് എന്ത് ചെയ്തത് അതായത് നമ്മൾ പറയൂലേ ഈ ദേശീയത എന്നുള്ള ഒരു വികാരം വരൂലേ, ഭാഷ, കൾച്ചർ. അപ്പൊ ഇതിന്റെ അണ്ടറിൽ ഒരു ഫ്ലാഗിന്റെ അണ്ടറിൽ എന്ത് ചെയ്തത് അണിനിരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം മൂലമാണ്. അപ്പൊ ആ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളും അതിലെ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇതൊരു വീക്ക് 3 എക്സാമിന് ഇടുന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത് എടുത്തത്. ആരും എന്താണ് നമ്മൾ കണ്ടിന്യൂസ് ആ വിൻഡിന്റെ കാറ്റിന്റെ ഒരു ഇതുവരെ നിർത്തിയിട്ടുണ്ട്, അതൊന്ന് എടുക്കണം. നാളത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്തൊക്കെയായാലും അതെന്താന്ന് വെച്ചാൽ ഈ വീക്കിൽ നിങ്ങൾക്ക് ഇതങ്ങ് ഒരു ടോപ്പിക് തീർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പൊ നമുക്ക് തുടക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഇമ്പോർട്ടന്റ്. സ്ക്രീൻ ഷെയർ ചെയ്തായിരുന്നോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല സർ. ഇല്ല സർ. കണ്ടന്റ് കാണുന്നില്ല, പക്ഷെ സാറിന്റെ സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. കണ്ടന്റ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാ. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് നോക്കുന്നത്. പിന്നെ എക്സ്ട്രാ പോയിന്റ് നമുക്ക് പറയാം. അപ്പൊ അതില് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഫ്രാൻസില് പണ്ട് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അതായത് 3 എസ്റ്റേറ്റുകളായിട്ടാണ് അന്നത്തെ സമൂഹം നിലനിന്നിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ് എന്ത്? പുരോഹിതന്മാരടങ്ങുന്ന എസ്റ്റേറ്റ്. പുരോഹിതന്മാർ അതാണ് ഒന്നാമത്തെ എസ്റ്റേറ്റ്. രണ്ടാമത്തെ എസ്റ്റേറ്റ് ആണ് പ്രഭുക്കന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ഷത്രിയന്മാർ എന്നൊക്കെ പറയാം. ഓക്കെ. പുരോഹിതന്മാർ എന്ന് വെച്ചാൽ മതപണ്ഡിതര്. പിന്നെ മൂന്നാമത്തെ ആൾക്കാരാണ് എന്ത്? സാധാരണക്കാര്. അപ്പൊ ഏറ്റവും കൂടുതൽ എണ്ണവും, അതായത് സാധാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനത്തെ ഒക്കെ കുറെ കൂലിവേല ചെയ്യുന്നവര്, ഇവരൊക്കെ അടങ്ങുന്നവരാണ് മൂന്നാമത്തെ ആളുകൾ. അപ്പൊ ഇവരെല്ലാവരുമാണ് അന്ന് ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. അപ്പൊ ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പുരോഹിത വർഗത്തിനും പ്രഭുക്കന്മാരുമാണ് താഴെ തട്ടിലുള്ളവരെ ഭരിച്ചിരുന്നതെന്ന് ഓർക്കുക. അപ്പൊ പ്രഭുക്കന്മാര് ഈ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡ്സ് ഉണ്ട്. അതായത് പുരോഹിതന്മാര് പ്രാർത്ഥിക്കും, പ്രഭുക്കന്മാര് യുദ്ധം ചെയ്യും, സാധാരണക്കാര് ടാക്സ് അടയ്ക്കും. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഇവരുടെ എല്ലാ തുറന്നടപ്പുകളുടെയും ആ ഒരു ഭാരം അനുഭവിച്ചിരുന്നത് ആരാണ്? മൂന്നാമത്തെ തട്ടായിട്ടുള്ള സാധാരണക്കാരാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ഈ ഒരു ബോക്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ PSC ഡയറക്റ്റ് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞ വേർഡിങ്സ് ഒക്കെ. ഞാനാണ് രാഷ്ട്രം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ഒരു രാജാവിന്റെ വേർഡിങ്സിനെ കുറിച്ച്, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, രാജാവിനെ ദൈവത്തെ പോലെ കാണണം എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ, രാജാവ് എന്ത് ചെയ്താലും അത് അനുസരിക്കുക, എന്ത് വൃത്തിയായിട്ട് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ടോർച്ചർ ചെയ്താലും അത് അനുഭവിക്കാനായിട്ട് അവിടുത്തെ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. അതായത് രാജാവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇന്നർ മീനിങ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അത് ആരാ പറഞ്ഞതെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ലൂയി 14 ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലൂയി 14 ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള അത് ലൂയി 15. ഇദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരിയാണ് ലൂയി 15. ഈ വേഴ്സായ് കൊട്ടാരം ഉണ്ടാക്കിയത് ആരാണ്? വേഴ്സായ് കൊട്ടാരം ലൂയി 14 കേട്ടോ. ഈ ലൂയി 14 വേഴ്സായ് കൊട്ടാരം ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ചത് ആരാണ്? മേരി അന്റോനോയിറ്റ് ആണ്. അപ്പൊ ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അന്ന് നിലനിന്നിരുന്ന ഫ്രഞ്ച് സമൂഹത്തിന്റെ അവസ്ഥ. അതായത് ഇത് ലൂയി 16 ഭാര്യയാണ് മേരി അന്റോനോയിറ്റ്. അപ്പൊ ആ ഭാര്യ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഇടയിൽ അവിടുത്തെ ജനങ്ങള് പട്ടിണി മൂലം, അതായത് കൊട്ടാരം ദൂർത്തടിച്ച് ഈ ഭക്ഷണങ്ങളും പാർട്ടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന്
ജനങ്ങൾക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസരത്തിലും ധൂർത്തടിയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് റൊട്ടി വേണമെന്നാണ്. കാരണം നിങ്ങൾ യൂറോപ്പിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പോഴൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ പോയിട്ട് അവിടുത്തെ ആഹാരം ബ്രെഡാണ്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോലത്തെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പല ടൈപ്പിലുള്ള ബ്രെഡുകൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ അവിടെ റൊട്ടിയാണ്, റൊട്ടി എന്ന് പറയുന്ന ബ്രെഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ റൊട്ടി ഭയങ്കരമായിട്ട് അവർക്ക് നമ്മുടെ ഈ എന്താണ് നമുക്ക് രാവിലെ പുട്ടും കടല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ റൊട്ടി. അപ്പൊ റൊട്ടി ഇല്ലെങ്കിൽ എന്താ, അവര് റൊട്ടി മേടിച്ച് റൊട്ടി എന്ന് പറഞ്ഞ ഇതും കൊണ്ട് സമരം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആ മേരി ആന്റോണിയറ്റിന്റെ ഭാര്യ അതിന് ഇച്ചിരി കൂടി തീ ഏറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താണ് കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞു. അതായത് നമ്മളോട് പുട്ടും കടല ഇല്ലെങ്കിൽ എന്താ കഞ്ഞി കുടിച്ചൂടെ എന്നുള്ള രീതിയിൽ ചോദിക്കണ പോലെ രാവിലെ അല്ലേ. ചിലർക്ക് കഞ്ഞി ഇഷ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ. ഇനി 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന ചില പ്രസ്താവനകളും അവയുടെ അധികാര കേന്ദ്രമായിട്ടുള്ള വേഴ്സായ് കൊട്ടാരത്തിന്റെ ചിത്രവുമാണ്. വേഴ്സായ് കൊട്ടാരം ശ്രദ്ധിക്കുക. അപ്പൊ ഫ്രഞ്ച് എന്താണ് രാജാവിന്റെ പാലസ് ആണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് കൊട്ടാരമാണ് വേഴ്സായ് കൊട്ടാരം. ഇതിൽ നിന്ന് അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെ കുറിച്ചല്ല വിവരങ്ങൾ കണ്ടെത്താം. ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഈ ബോക്സിൽ നിന്ന് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവാം. ഇനി ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം? ചുവടെ തന്നിട്ടുള്ള വരികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. എന്താണ് അന്നത്തെ ജനങ്ങളുടെ സ്ഥിതി എന്നൊന്ന് നമുക്ക് നോക്കാം. ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെ ആൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. അതായത് വെറുതെ കളിയാറ്റി പറയണതാണ്. 10 ൽ 9 പേരും എന്താണ് ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു. പിന്നെ അതിൽ ഈ ഒരാളെന്ന് പറയുന്നത് എന്താണ്, ദൂർത്തടിക്കുന്നവരാണ്. ആ ഒരാൾ അജീർണം. അജീർണം എന്ന് കഴിഞ്ഞാൽ കൂടുതൽ കഴിച്ചിട്ട് ദഹനക്കേട് വരിക. അപ്പൊ ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും എന്തായിരുന്നു, ദുരിതത്തിലായിരുന്നു. ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആ ഒരു ആള് കണ്ടോ 9:1 എന്നുള്ള ഒരു അനുപാതത്തിലാണ് അന്ന് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും അതുപോലെ സാധാരണക്കാരും നിലനിന്നിരുന്നത്. അപ്പൊ ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ 3 സമൂഹമായിട്ടാണ് നിലനിന്നത്. അതാണ് ഇപ്പൊ കാണിക്കുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ. ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പുരോഹിതന്മാര്, രണ്ടാമത്തേത് ഞാൻ പറഞ്ഞാണ് രണ്ടാമത്തെ പ്രഭുക്കന്മാര്, മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് സാധാരണ കോമൺസ് എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റ് ആണ്. കോമൺസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കോമൺസ് എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്. അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകര്, ഉദ്യോഗസ്ഥര്, അധ്യാപകർ, ബാങ്കർമാർ എന്നിവർ അടങ്ങിയ മധ്യവർഗം, പിന്നെ കർഷകർ, കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർ. ഇവരാണ് മൂന്നാമത്തെയും ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു. ഇനി ആദ്യത്തെ 2 എസ്റ്റേറ്റുകളെ കുറിച്ച് നോക്കാം. എന്താണ് ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരെന്ന് വെച്ചാൽ എന്താണ് മത പുരോഹിതന്മാർ, പ്രേസ്റ്റുകളാണ്. കാരണം അന്ന് ദൈവത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു അല്ലെ. എന്ത് ചെയ്യാന്നുണ്ടെങ്കിലും ദൈവകോപം വരുത്തി വെക്കുക അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് പോകുമ്പോൾ ഈ ക്ഷത്രിയന്മാരായിട്ടുള്ള പ്രഭുക്കന്മാർ എന്ത് പറയും, ഇവർക്ക് ഇത് യുദ്ധം ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം വേണം എന്നൊക്കെ പറഞ്ഞ് അതായത് പുരോഹിതന്മാര് പ്രഭുക്കന്മാര് ചൂഷണം ചെയ്യായിരുന്നു. അവരുടെ ഇപ്പൊ നമ്മളോട് പറയില്ലേ, നമുക്ക് എന്തെങ്കിലും കഷ്ടകാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഇങ്ങനെ കണ്ടിന്യൂസ് കഷ്ടകാലമാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊരു പൂജാരി പറയണ നിങ്ങൾക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടാ, മറ്റേ ചൊവ്വയുടെ പ്രശ്നമുണ്ട് മറ്റേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ പിന്നെ നോക്കണ്ട, പിന്നെ അമ്പലം മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് പോകും. എന്നാൽ നേരെ മറിച്ച് നമുക്ക് നല്ല കാലാണ്, എല്ലാം തൊട്ടതൊക്കെ നമുക്ക് നല്ല നേട്ടാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കും അല്ലെ. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു മീഡിയം ലെവലിൽ ഇരിക്കുക എന്നുള്ളതാണ് നല്ലത്. അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റില് ധാരാളം ഉറക്കം വരുന്നുണ്ടോ എല്ലാവർക്കും? ആണോ? ആരൊക്കെ ഉറങ്ങുന്നുണ്ടോ? ആരുടെയൊക്കെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല.
ഒരു കാര്യം പറഞ്ഞേക്കാം, പിന്നെ പറയാണ്, LD ക്ലർക്ക് ഇനി 2-3 മാസം കൂടി ഉള്ളൂ. മാക്സിമം സ്പീഡിൽ ഓടിയേക്കാം. പിന്നെ ഒരു കാര്യം ഇവിടെ ഇപ്പൊ കണ്ടില്ലേ, സർക്കാരിന്റെ പോലും സാലറി കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ പിന്നെ ഒരു പ്രൈവറ്റ് ജോലി, പ്രൈവറ്റ് ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ഗ്യാരണ്ടിയാണ് ഉണ്ടാവുക നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ലൈഫ് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് മേടിച്ചേ പറ്റുള്ളൂ. ഇനി വരുന്ന ചെലവുകളും മറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അന്നേരം നമ്മൾ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഉള്ള സമയം നന്നാവുമ്പോൾ നമ്മളും നന്നായിട്ട് വർക്ക് ചെയ്യുക, എങ്ങനെയെങ്കിലും കയറി പറ്റാൻ നോക്കുക. അതേ പറയാനുള്ളൂ. എപ്പോഴെങ്കിലും പഠിത്തം ബോറിംഗ് ആയിട്ട് തോന്നുമ്പോൾ ഇതങ്ങ് ആലോചിച്ചാൽ മതി. ഒരു 5 കൊല്ലം കഴിയുമ്പോഴൊക്കെ നമ്മുടെ വയസ്സും പ്രായവും ഏജൊക്കെ കൂടി വരും. അന്നേരം ജോലി ഇല്ലെങ്കിൽ, ഈ പ്രൈവറ്റ് മേഖല ആയത് കാരണമാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും, എല്ലാം ഉണ്ടായിരിക്കും. അന്നേരമൊക്കെ നമുക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഗവൺമെന്റ് ആകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അല്ലെങ്കിൽ പിന്നെ നേരത്തെയൊക്കെ പുറത്തേക്കൊക്കെ പോയി കുറച്ചൊക്കെ കാശൊക്കെ സമ്പാദിച്ച് ഇവിടെ എന്തെങ്കിലും ബിസിനസ് എങ്കിലും ചെയ്യാന്നുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കിയിരിക്കണം. അതും ഇല്ലാത്തവര് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റ് ധാരാളം എന്താണ് ഭൂപ്രദേശം കൈവശം വെച്ചു. അതുപോലെ തന്നെ എന്താണ് കർഷകരിൽ നിന്നും തിഥേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. തിഥേ ഒന്നാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് മേടിച്ച എന്താണ് നികുതി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തിഥയാണ്. തിഥേ ചോദിക്കും, PSC ചോദിക്കാം. അടുത്തത് എല്ലാ തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവർക്ക് എന്താണ് നികുതി വേണ്ട, നികുതി കൊടുക്കണ്ട. പിന്നെ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഇവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൂടി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റിന്റെ നോക്കാം. സൈനിക സേവനം നടത്തി. ഇവരാണ് പ്രധാനമായിട്ട് യുദ്ധം ചെയ്യുന്നവര്. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ വിരിച്ചു. ഇന്ന നികുതി എന്നൊന്നുമില്ല, ഇവര് പലതരം നികുതികളാണ് പിരിച്ചത്. അതായത് ഇപ്പോ ഭൂനികുതി ഉണ്ടായിരിക്കും, പിന്നെ അവിടെ പാട്ടം കൃഷി ചെയ്തതിന് അതിൽ നിന്ന് ഒരു നികുതി, പിന്നെ എന്താണ് ഇപ്പൊ കിടക്കാനാണെന്നുണ്ടെങ്കിൽ അത് വേറെ, കെട്ടിട നികുതി, അങ്ങനെ പലതും ഇവരുണ്ടാക്കിയ. അന്നത്തെ സമൂഹത്തിൽ ഇപ്പൊ കുതിരനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കുതിര, എന്താണോ അവിടുത്തെ അവർക്ക് തോന്നണ പോലെയായിരുന്നു നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇവര് ക്ഷത്രിയന്മാരായതുകൊണ്ട് സാധാരണക്കാരെ കൊണ്ട് എന്ത് ചെയ്തു, പേടിപ്പിച്ച്, അല്ലെ, ഗുണ്ടകളെന്ന പോലെ വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് യുദ്ധത്തിന് പോണായതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു കാര്യം ആലോചിക്കുക, ഒരു ബ്രിഗേഡിയർ അല്ലെങ്കിൽ ഒരു മേജർ, അതിന്റെ കീഴിൽ എന്തായിരിക്കും, കുറെ പട്ടാളക്കാരുണ്ടായിരിക്കും. ആ പട്ടാളക്കാരെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അന്നത്തെ അവിടുത്തെ ഏരിയയിലുള്ള സാധാരണക്കാരെ കൊണ്ട് അവരുടെ ഭൂമിയിൽ പണിയെടുപ്പിക്കുക, കൂലി വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക. അങ്ങനത്തെ ഉള്ള ഒരു രീതിയായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ ചെയ്തിരുന്നത്. അപ്പൊ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവരും എന്ത് നികുതി അടയ്ക്കേണ്ട ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. ഈ ആദ്യത്തെ 2 എസ്റ്റേറ്റും എന്താണ്, ഏകദേശം സെയിം ആണ്. എടുത്തു പറയേണ്ട തിഥേ എന്നുള്ളൊരു ഒരു നികുതിയാണ് പുരോഹിതന്മാര് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് പിരിച്ചിരുന്നത്, കോമൺസ് എന്നുള്ള അറിയപ്പെടുന്നത്. ഏറ്റവും അവസാനത്തെ എസ്റ്റേറ്റ് ആണ് കോമൺസ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഭരണത്തിൽ ഒരു അവകാശമില്ല. തൈലൈ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. അപ്പൊ ഈ ഒരു മൂന്നാമത്തെ വിഭാഗം ഗവൺമെന്റിലേക്ക് കെട്ടേണ്ട പൈസയാണ് എന്ത്, തൈലൈ. അപ്പൊ 2 നികുതികളാണ് നമ്മൾ പറഞ്ഞത്, തിഥയും തൈലയും. തിഥൈ ഒന്നാമത്തെ വർഗം മൂന്നാമത്തെ വർഗത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടിരുന്ന നികുതിയും, തൈലൈ മൂന്നാമത്തെ വർഗം ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട നികുതിയാണ്. മാറിപ്പോരുത്, തിഥൈ എന്നും തൈലൈ എന്നുമാണ് ആ നികുതികൾ അറിയപ്പെട്ടിരുന്നത്. ഇവർക്ക് സമൂഹത്തില് താഴ്ന്ന പദവിയാണ് ഉണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി കൂടി ഇവര് നൽകണം. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഇത്തരത്തില് ഈ ചൂഷണങ്ങൾ നമുക്കറിയാം അല്ലെ, ഒരു പരിധി വിട്ട് സർക്കാർ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കും മതിയായി തുടങ്ങും അല്ലെ, കുറെയൊക്കെ നമ്മൾ അങ്ങ് ക്ഷമിക്കും. അപ്പൊ ഫ്രഞ്ച് സമൂഹം അന്ന് നിലനിന്നിരുന്ന ഈ ചൂഷണങ്ങൾ ഒരു പരിധി വരെയൊക്കെ സഹിച്ചു. അവസാനം അവർക്ക് ജീവിക്കാൻ ഗതിയില്ലാണ്ടായി കഴിഞ്ഞപ്പോഴാണ് അവർ പ്രതികരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ആശയങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് പ്രതികരിക്കാനായിട്ട് എന്താണ് ശക്തി എവിടുന്ന കിട്ടുക?
ആ ശക്തി എവിടുന്ന കിട്ടുക? നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, നമ്മളെന്തെങ്കിലും ആരെങ്കിലും കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അങ്ങനെ നീ പോയിട്ട് 2 വച്ച് കൊടുക്കടാന്ന് പറയും അല്ലേ. ഇവൻ ഇവിടെ ഇരുന്ന് 2 പിരി അങ്ങ് കയറ്റും. പിന്നെ ഒന്ന് നോക്കുക, പിന്നെ എവിടെന്നാ ഒരു ഊർജം കിട്ടിയെന്ന് അറിയില്ല, അങ്ങ് ചെല്ലും മറ്റവന്റെ കാരണത്തിന് ഒറ്റ അടി. പിന്നെ ടീച്ചർ വരും, അടിയായി വഴക്കായി അല്ലേ. അപ്പൊ അതുപോലെ അന്ന് ഈ ഫ്രഞ്ച് സമൂഹത്തിന് പ്രചോദനം കിട്ടിയത് എന്താണ്? ഈ ആശയങ്ങളിൽ നിന്നാണ്. അതായത് അന്നത്തെ തത്വചിന്തകരും ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയൊക്കെ ആശയങ്ങളിൽ നിന്നാണ് ഫ്രഞ്ച് സമൂഹത്തിന് ഇത്തരത്തില് ഈ ഒരു വ്യവസ്ഥിതിയെ എതിർക്കാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അല്ലെ. അപ്പൊ ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു. അപ്പൊ അക്കാലത്ത് നിലനിന്നിരുന്ന തത്വചിന്തകരുടെയും അവരുടെ ചിന്താധാരകളും ഒക്കെയാണ് ഫ്രഞ്ച് സമൂഹത്തിന് ഇതിനെ എതിർക്കാനായിട്ട് ഒരു പ്രചോദനമായിട്ട് മാറിയത്. അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും സംഭാവനകളെയും പരിചയപ്പെടാം. ഇത് PSCക്ക് അല്ലെങ്കിൽ GK സെഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ആരൊക്കെയാന്ന് ചോദിക്കുക, ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പൊ 3 ആൾക്കാരാണ്: വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവരാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും എന്താണ് അന്ന് ഒരു പ്രചോദനം നൽകിയത്. അപ്പൊ വോൾട്ടയർ എന്താ പറഞ്ഞേ? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹരിച്ചു. അദ്ദേഹം പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹരിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കാനും മുൻകൈയെടുത്തു. അപ്പൊ യുക്തിചിന്ത എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ പറയും ദൈവം, ഇപ്പൊ പറഞ്ഞില്ല മറ്റേ രാജാവാണ് ദൈവം, മറ്റാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് യുക്തിപരമായിട്ടുള്ള ഒരു ചിന്ത മനുഷ്യന് കൊടുക്കുന്നതിലും വളരെയധികം ഒരു പ്രചോദനം കൊടുത്ത ആളാണ് വോൾട്ടയർ. പിന്നെ സമത്വം അല്ലെ, സമൂഹത്തിലെ എല്ലാവരും ഒരേപോലെയുള്ള ആളുകളാണ്. അതുപോലെ മനുഷ്യസ്നേഹം എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ വോൾട്ടയർ ആണ്. എന്നാൽ റൂസോ പറഞ്ഞതോ? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ, ഇത് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്, പല തവണ ചോദിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. അപ്പോ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയ റൂസോ എന്താണ് പറഞ്ഞത്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഒരു പരിധി വരെ നമ്മളെല്ലാവരും ചങ്ങലയിലാണെന്ന് പറയാം അല്ലെ. ഒന്നല്ലെങ്കിൽ അതിപ്പോ മറ്റാർക്കും കാണാൻ കഴിയില്ല, പക്ഷെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തില് നമ്മളും ലോക്ക്ഡ് ആണ് അല്ലെ. അപ്പൊ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്തൊരു പ്രസ്താവനയായിരുന്നു, ജനങ്ങൾക്ക് മേലെ മറ്റൊരു ഭരണാധികാരി ഇല്ല, ആ ഒരു രാജ്യത്തെ ജനങ്ങളാണ് അവിടുത്തെ പരമാധികാരികൾ എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. എന്നാൽ മോണ്ടസ്ക്യൂ എന്താ പറഞ്ഞത്? മോണ്ടസ്ക്യൂ പറഞ്ഞത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിച്ചു. അപ്പോൾ ജനാധിപത്യ ഭരണമാണ് ഒരു രാജ്യത്ത് നിലവിൽ വരുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ആയിട്ടുള്ള ഒരു ഭരണം നടത്തുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ റിപ്പബ്ലിക്, അതായത് ജനാധിപത്യം ആൻഡ് റിപ്പബ്ലിക് എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താ? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഹെഡ്. ഇപ്പൊ പ്രസിഡന്റ്, ഇന്ത്യ റിപ്പബ്ലിക്ക. കാരണം എന്താ? പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ എലക്ട് ചെയ്ത്, ജനങ്ങളെ ചൂസ് ചെയ്തിട്ട് ആ ഹെഡായിട്ട് വരുന്ന, ഒരു രാജ്യത്തെ ഹെഡായിട്ട് വരുന്ന സിസ്റ്റത്തിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. ഓക്കെ. അപ്പൊ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാർലമെന്റുകളിലാണ് നടക്കുന്നത്. ഓക്കെ, പാർലമെന്റ്. ഇപ്പൊ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ് പൊളിറ്റിക്സിൽ ഒരു ടോപ്പിക് ഉണ്ട്, അത് നമുക്ക് എടുത്ത് തീർക്കാം. അത് നിങ്ങൾ വായിച്ചായിരുന്നോ? ഇത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഇപ്പൊ ഗവൺമെന്റിന്റെ അതൊരിത്തിരി ഉണ്ട്, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചു വെക്കുക. കാരണം അതില് പ്രസിഡന്റുമാര് വരുന്നുണ്ട്, പ്രൈം മിനിസ്റ്റർമാർ വരുന്നുണ്ട്, അതാണ് അത്രയും പേജസ് വരണേ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ, സൺഡേ ആയതൊന്ന് എടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. അപ്പൊ ഈ 3 തത്വചിന്തകരുടെയും ആശയങ്ങളൊന്ന് ഓർത്തു വച്ചേക്കുക. അതില് പ്രധാനപ്പെട്ട സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ ഇത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? ഈ മോണ്ടസ്ക്യൂന്റെ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ചു. ഓർത്തു വെച്ചേക്കുക. ഇത് ക്ലിയർ ആണല്ലോ?
progress. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല, ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ സാറേ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു. അപ്പൊ മൂന്നാം എസ്റ്റേറ്റിന്റെ അടുത്തത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ പ്രചോദനമൊക്കെ ആയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ജനങ്ങള് ഉയർത്തെണീറ്റു അല്ലേ? അപ്പോ അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന എന്താണ്? ബൂർബൻ രാജാക്കന്മാരാണ്. ബൂർബൻ രാജാക്കന്മാരാണ്. ഓക്കെ, ആ ബൂർബൻ രാജവംശത്തിൽപ്പെട്ടാണ് ലൂയി 14-ാമൻ, 15-ാമനും 16-ാമനും. അപ്പൊ ഓർക്കുക, ഏത് രാജവംശം? ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. സോ ഇതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ഏത് രാജവംശാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂർബൻ രാജവംശം. അപ്പോ ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ പുരോഹിതര്, പ്രഭുക്കന്മാര് തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും പിന്നെ തുടർച്ചയായിട്ടുള്ള വരൾച്ച, കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അല്ലെ? നമ്മളെ ഇന്ത്യ പോലെ അത്ര അങ്ങ് എന്തില്ല, മഴ ലഭിക്കുന്നതോ കാലാവസ്ഥ അത്ര അങ്ങ് നല്ല ഒരു കാലാവസ്ഥയൊന്നുമല്ല യൂറോപ്പില്. അധികം എന്താണ്, മഞ്ഞ് വീഴ്ച കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃഷി എന്ന് പറയുന്ന ഒരു വരൾച്ച വന്നു കഴിഞ്ഞാൽ തീരും. അപ്പൊ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി. നോക്കുക, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതിനു മുമ്പേ നടന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാ സഹായിക്കാൻ കാരണം? ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അപ്പൊ ബ്രിട്ടനെതിരെ ഒരു ആപ്പടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കോളനികളെ സമ്പത്തും സൈന്യവും നൽകി എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. അപ്പൊ അതും ഇവരെ ആ ഒരു കാലഘട്ടത്തിൽ തളർത്തി. ഇനി ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി അപ്പൊ എന്ത് ചെയ്തു? ഖജനാവ് കാലിയായി അല്ലെ? രാജാവ് എന്ത് ചെയ്തു? അമേരിക്കക്കാരെ സഹായിച്ചു. പിന്നെ വിളവ് കിട്ടിയില്ല, ഇത്തവണത്തെ വിളവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? ഈ വിളവിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ കൊയ്തെടുത്തതിന് ഒരു പങ്ക് രാജാവിനും ഗവൺമെന്റിനും കൊടുക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ അത് കൊടുക്കാനും പറ്റിയില്ല. അപ്പൊ ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായിട്ട് 1789 അന്നത്തെ ചക്രവർത്തിയായിട്ടുള്ള ലൂയി 16-ാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടി. നോക്കുക, അതേപോലെ പാർലമെന്റ്, ഇന്നത്തെ പോലെ പാർലമെന്റ്. അപ്പൊ അതായത് നമ്മൾ പറയില്ലേ ദർബാർ എന്നൊക്കെ പറയില്ലേ, അത്ര പോലെ ഈ ലൂയി 16-ാമൻ വിളിച്ചു കൂട്ടുകയാണ് ഉണ്ടായത്. ഉദ്ദേശം എന്താ? നികുതി കൂട്ടണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നിനും അല്ല. അതിനുവേണ്ടി മാത്രമാണ് ദർബാർ വിളിച്ചു കൂട്ടുള്ളൂ. അല്ലാണ്ട് ജനങ്ങളെ നിങ്ങൾക്ക് നല്ലതാണോ, ഇപ്പൊ എങ്ങനെയുണ്ട്, നമ്മുടെ ഭരണമൊക്കെ സൂപ്പർ ആണോ എന്ന് ചോദിക്കാനൊന്നും അല്ല എന്ത് വിളിച്ചു കൂട്ടിയത്. മറിച്ച് എന്തിനായിരുന്നു? നികുതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു ചേർത്തത്. അപ്പൊ ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓർക്കുക, ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെയാണ് സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ. അപ്പൊ അതിൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടാണ്. അതിൽ ഭൂരിപക്ഷം ഏത് ഒപ്പീനിയൻ ആണോ കിട്ടുന്നത് ആ ഒപ്പീനിയൻ പാസ്സാവും. അപ്പൊ എപ്പോഴും ഓർക്കുക, ഈ 3 എസ്റ്റേറ്റിൽ ആദ്യത്തെ 2 എസ്റ്റേറ്റ് ഒരുമിച്ച് നിൽക്കും. അതായത് പ്രഭുക്കന്മാരും പുരോഹിതരും, അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ഒന്നും വേണ്ടല്ലോ. ബാക്കിയുള്ള എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കോമൺസ് ആണ്. അവർ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലും ഒറ്റ വോട്ടേ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ 2-നെതിരെ 1 വോട്ട് എന്നുള്ള രീതിയിൽ എല്ലാ പ്രമേയവും പാസ്സാവും. പാവം ജനങ്ങള് എന്ത് ചെയ്യും? അനുഭവിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഈ പറയണത്, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ്. കണ്ടോ, കോമൺസ് എന്നറിയപ്പെടുന്ന 3-ാമത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ അസംബ്ലി, ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയൂ എന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതാണെന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എപ്പോഴും ചോദിക്കുന്നതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഒന്നുമല്ല, അത് ഫ്രഞ്ച് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഓർക്കുക, ഇത്തരത്തില് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സഹായിച്ചതും പിന്നെ വരൾച്ചയും മറ്റു കൃഷിനാശവും ഒക്കെ മൂലം ഫ്രഞ്ച് ഗവൺമെന്റിന് സാമ്പത്തികമായിട്ട് പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു? വേണ്ട ജനങ്ങൾക്ക് വേണ്ട ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് വീണ്ടും ധൂർത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് രാജാവ് എന്ത് ചെയ്തു?
ഒരു ദർബാർ വിളിച്ചുകൂട്ടി അല്ലെ, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. സ്റ്റേറ്റ് ജനറൽ എന്നാണ് അതിന് പറയുക. അതിലെന്തായിരുന്നു പ്രധാന ഉദ്ദേശം? നികുതി വീണ്ടും വർദ്ധിപ്പിക്കുക. അപ്പൊ അങ്ങനെ വിളിച്ചു ചേർത്തപ്പോ ഫ്രഞ്ച് സമൂഹത്തിൽ എന്ന പോലെ ഈ സ്റ്റേറ്റ് ജനറലും 3 എസ്റ്റേറ്റുകളായിരുന്നു. ആ 3 എസ്റ്റേറ്റിലും ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വെച്ചിട്ടാണ്. ഇപ്പൊ രാജാവിന് സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഓരോ വോട്ട് മാത്രം മതി എന്ന് പറഞ്ഞു. എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്തു? കോമൺസ് ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് വാദിച്ചു. അത് നിഷേധിക്കപ്പെട്ടപ്പോ അവർ തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ട്, ടെന്നീസ് കളിക്കുന്ന കോർട്ട് അവിടെ ചേരുകയും നമ്മൾ എന്ത് ചെയ്തു? ഇനി ഫ്രഞ്ചിന് വേണ്ടിയിട്ട്, ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ പിരിയെന്ന് അവര് സത്യപ്രതിജ്ഞ എടുത്തു. അപ്പൊ 3 എസ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണമാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 285 ആണ്. രണ്ടാമത്തേൽ 308 പേരായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റും കോമൺസും ആയിട്ടുള്ള സാധാ ജനങ്ങളുടെ ആയിട്ടുള്ള എസ്റ്റേറ്റില് 621 അംഗങ്ങളായിരുന്നു. 6, 2, 1, 3, 0, 8, 285. 285ഉം 308ഉം 621 ഓർത്തു വെച്ചേക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിൽ കൂടുതൽ ഏതായിരുന്നു? മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു. ഈ 2 എസ്റ്റേറ്റുകളുടെ വോട്ട് കൂട്ടിയാൽ പോലും മൂന്നാമത്തെ എസ്റ്റേറ്റിലേക്ക് എത്തില്ല. പക്ഷെ എന്ത് ചെയ്തു? ആദ്യത്തെ 2 എസ്റ്റേറ്റ് ബുദ്ധിപൂർവ്വം ഇവർക്കൊരു വോട്ട്, ഇവർക്കൊരു വോട്ട്, ഇവർക്കൊരു വോട്ട്, എന്നിട്ട് എന്ത് ചെയ്യും? ഇവർ 2 വോട്ടും ക്ലബ് ചെയ്യും. അപ്പൊ 2-1 എന്നുള്ള രീതിയിൽ എല്ലാ പ്രമേയവും പാസ്സാവും. അത് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് സർ. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട ചില എന്താണ് ഇൻസിഡൻസ് ആണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഇൻസിഡന്റ് എന്താണ്? 1789 ജൂലൈ 14-ന് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ എന്താണ്? ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളില് ഇതാണ് പറയുന്നത്. ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതും ചോദിക്കും. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. PSC നിങ്ങൾ ഈ ഡേറ്റ് മാത്രം പഠിച്ചു പോയാൽ മതി, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. എന്നാണ് തകർത്തത്? 7-8-9 കണ്ടിന്യൂസ് ആണ്. പിന്നെ ജൂലൈ 14-ന് ബാസ്റ്റിൽ ജയിൽ തകർത്തു. അതായത് ഈ രാജാവിനെതിരെ പ്രതികരിക്കുന്നവരും പ്രഭുക്കന്മാരെ ചോദ്യം ചെയ്യുന്നവരൊക്കെ പിടിച്ച് ഒരു കാരണമില്ലാതെയൊക്കെ അല്ലാതെ ഉള്ള കുറ്റവാളികളും ഉണ്ട്. അതുപോലെ തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലാണ് എന്ത്? ബാസ്റ്റിൻ ജയിൽ. അപ്പൊ ആ ബാസ്റ്റിൻ ജയിൽ എന്ത് ചെയ്തു? തകർത്തു. അതാണ് ആദ്യം ജനങ്ങൾ, അതായത് വയലന്റ് ആയിട്ടുള്ള ജനങ്ങൾ ആദ്യം ചെയ്തത്. എന്നാണ്? 1789 ജൂലൈ 14-നാണ്. ഇതിനെയാണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് ഇതിനെയാണ് കണക്കാക്കുന്നത്. അടുത്തത് എന്തായി? 1789 ഓഗസ്റ്റ് 12-ന് ഇവരെന്ത് ചെയ്തു? ദേശീയ അസംബ്ലി മനുഷ്യ അവകാശ പ്രഖ്യാപനം പാസാക്കി. അപ്പൊ ഇവരൊരു കൗൺസിൽ ചേരുകയും അന്ന് തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ചില മനുഷ്യാവകാശങ്ങൾ ഉണ്ടെന്നും അങ്ങനെ ഒരു പ്രഖ്യാപനം ഇവര് പാസ്സാക്കുകയും ചെയ്തു. അതായത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില അവകാശങ്ങളാണ് മനുഷ്യാവകാശം എന്നുള്ള രീതിയിൽ ഇവര് പ്രഖ്യാപിച്ചത്. അതെന്നാണ് പ്രഖ്യാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1789 ഓഗസ്റ്റ് 12, തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് 12-നാണ്. ഇനി 1789 ഒക്ടോബറിലാണ് എന്ത് ചെയ്തത്? വീണ്ടും വിപ്ലവം പുരോഗമിക്കുകയാണ്. അതായത് ഭക്ഷണമില്ല, വെള്ളമില്ല, അതുപോലെ തന്നെ പൈസയില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് അപ്പൊ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീകള്, കുട്ടികളൊക്കെ വിശന്നിട്ട് കരയാൻ തുടങ്ങി. സ്ത്രീകൾ എന്ത് ചെയ്തു? ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യമായിട്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. ഈ ഒരു അവസരത്തിലാണ് മറ്റേ നമ്മുടെ ബുദ്ധിശൂന്യായിട്ടുള്ള ഒരു ലേഡി എന്നറിയപ്പെടുന്ന മേരി ആന്റോനോയിറ്റ്, അന്നത്തെ ലൂയി 16-ന്റെ ഭാര്യ അല്ലെ, ലൂയി 16-ന്റെ ഭാര്യയാണ്. റൊട്ടി ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് കഴിച്ചൂടെ എന്ന് ചോദിച്ചു. ഈ ഒരു അവസരത്തിലാണ്. അതിനുശേഷം 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചു.
അതിനുശേഷം എന്ത് ചെയ്തു, വിപ്ലവം നടക്കുകയും പിന്നീട് പുതുതായിട്ട് രൂപീകരിച്ച ഭരണഘടനയ്ക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശീയ കൺവെൻഷനാണ് ഫ്രാൻസിന് റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ ഒരു 3 ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് ബാസ്റ്റീൻ ജയിൽ തകർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1789 ജൂലൈ 14-നും മനുഷ്യാവകാശ പ്രഖ്യാപനം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 12-നാണ്. പിന്നെ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യത്തോടു കൂടി ആയിരക്കണക്കിന് സ്ത്രീകൾ പാരീസ് നഗരത്തിലേക്ക് ഇറങ്ങിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബറിലാണ്. ജൂലൈ, ആഗസ്റ്റ്, ഒക്ടോബർ, സെപ്റ്റംബർ ഇതിനു മുമ്പേ ഉണ്ട്. 92-ലാണിത്. സെപ്റ്റംബർ 92-ലാണെന്ന് ഓർക്കുക. അല്ലാണ്ട് ഈ ആഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ അല്ല. ഇതൊക്കെയാണോ? ഓക്കെയാണ് സർ. ഓക്കെ സർ. സർ. ഓക്കെ. അപ്പൊ ഇവർക്ക് നമുക്കറിയാം, വിശന്ന് കഴിഞ്ഞാൽ നമ്മളല്ലാണ്ടാവും അല്ലെ? ഏതിന്റെ പരസ്യ? ഏത്? സ്നിക്കേഴ്സ് അല്ലെ? അപ്പൊ അതുപോലെയാണ് എന്ത് ചെയ്തത് ഫ്രഞ്ചിലെ ജനങ്ങളും ചെയ്തത്. അപ്പൊ വിശന്ന് കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു, ആ ഒരു പകയൊക്കെ മൂലം ഇവർക്കൊന്നും കഴിക്കാനില്ല. പിന്നെ പോരാത്തതിന് എന്ത് ചെയ്തു, റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തന്നൂടെന്ന് മറ്റേ പുള്ളിക്കാരി പറഞ്ഞും കൂടി ആയപ്പോ ഇവരെന്ത് ചെയ്തു, ഇവരെ ആ രാജവാഴ്ചയും പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും ഓരോരുത്തരെ പിടിച്ച് ഇങ്ങനെ ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ ബ്ലേഡിന്റെ അണ്ടറിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, കൊല്ലാൻ തുടങ്ങി. അപ്പോ അതിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കെമിസ്റ്റ് ആണ് ലാവോസിയർ. എന്ന് പറഞ്ഞൊരു കെമിസ്റ്റും ഈ ഒരു ഗില്ലറ്റിന്റെ ഇതില് ഇരയായിട്ടുണ്ട്. അങ്ങനെ തട്ടിപ്പോയത് ആള്. അപ്പോ 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയർ, ഇപ്പൊ ഈ റോബിസ്പിയറുടെ നേതൃത്വത്തിലാണ് ഇത്ര കൂട്ടക്കൊല നടത്തിയത്. ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ് റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ടാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. മിറാബോയും ടാൻഡനും. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും ഇവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16-നും ഭാര്യ മേരി അന്റോനേറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. നല്ല തന്നെ കിട്ടിയില്ലേ? അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. ആരാണോ ഉണ്ടാക്കിയത്, വാളെടുക്കുന്ന വാളാൽ എന്ന് പറഞ്ഞപ്പോൾ പോലെ പുള്ളിയും എന്ത് ചെയ്തു, പുള്ളിനെ വധിച്ചു. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. ഭീകരവാഴ്ച 1794 ജൂലൈ വരെ നിലനിന്നിരുന്ന ഈ ഒരു ഭരണത്തിനാണ് ഭീകരവാഴ്ച. അപ്പൊ ഫ്രഞ്ച് രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ഭീകരവാഴ്ച എന്നുള്ള, അതായത് എല്ലാവരെയും കാണുന്നവരെയൊക്കെ ഇതേപോലെ കൊന്ന് കളയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെയാണ് ഭീകരവാഴ്ച കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. ഗില്ലറ്റിൻ എന്നുള്ള ഒരു ഉപകരണം എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കെമിസ്റ്റ് ഉണ്ടായിരുന്നു, ലാവോസിയർ. നമ്മൾ പഠിച്ചു ആന്റൺ ലാവോസിയർ. ആ ലാവോസിയറിനെ ഇവര് ഇങ്ങനെയാണ് തട്ടിക്കളഞ്ഞത്. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യല്ലേ? ബോറടിക്കണ്ടോ? ഇനി അടുത്തതാണ് ഫ്രാൻസിൽ അപ്പൊ എന്ത് ചെയ്തു, മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പൊ ഫ്രാൻസ് യൂറോപ്പിലെ ഒരു പ്രബല ശക്തിയാണ്. ഫ്രാൻസിൽ ഇത്തരത്തിലുള്ള ഒരു വിപ്ലവം നടന്നു എന്ന് മറ്റ് രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ മെന്റാലിറ്റി എന്താ? ഫ്രാൻസിൽ അങ്ങനെയാണ്, സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, ഫ്രാൻസിലെ ജനങ്ങളാണ് ഇനി ഭരിക്കുക, എന്നാ പിന്നെ നമുക്കും അങ്ങോട്ട് നോക്കിയാലോ എന്നുള്ള ഒരു ധാരണയായി. അപ്പൊ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. അപ്പോ ആസ്ട്രിയൻ ഭരണാധികാരിയായിട്ടുള്ള മെറ്റേണിക് ആണ് ഇത് പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ജർമ്മനി, ഇറ്റലി, പിന്നെ പോളണ്ട്, ആസ്ട്രിയ, ഹംഗറി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ വിപ്ലവത്തിന്റെ മാറ്റൊലി അലയടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഭുക്കന്മാർക്കും പുരോഹിതവർഗത്തിനും അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക് പറഞ്ഞ അഭിപ്രായമാണ് ഇതും ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? അത്രേ ഉള്ളൂ, മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു.
അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ സഹായിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനമായിട്ട് പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും എന്തു പറഞ്ഞു? ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഭൂമിയെല്ലാം പ്രഭുക്കന്മാര് കയ്യിൽ വെച്ചിട്ട് അതില് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ പാട്ടത്തിന് കൊടുക്കണമെന്ന് നല്ല നികുതി ഈടാക്കുന്ന ഒരു സമ്പ്രദായത്തിനാണ് ഫ്യൂഡൽ വ്യവസ്ഥിത. ഫ്യൂഡൽ പ്രഭുക്കം, മാടമ്പികൾ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. പിന്നെ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, പിന്നെന്താണ്? ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇനി ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിലുള്ള എന്താണ് കണക്ഷൻ എന്ന് മാത്രമാണ്. അപ്പോ ലോകത്താകമാനം സ്വാധീനിച്ച ഒരു വിപ്ലവമായിരുന്നു എന്ത്? ഫ്രഞ്ച് വിപ്ലവം. നമ്മുടെ ടിപ്പു സുൽത്താൻ ഉണ്ടല്ലോ, ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരോടൊപ്പമുള്ള അടുപ്പത്തെ എടുത്തു. പൗരനായ ടിപ്പു, സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി നടുകയും ചെയ്തു. അപ്പോ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അവർക്ക് അന്ന് ഈ ഫ്രാൻസിന്റെ ലിബർട്ടിക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് ജാക്കോബിയൻ ക്ലബ്ബ്. അതിലെ അംഗമായിട്ടുള്ള ഏക ഇന്ത്യക്കാരനും ആരായിരുന്നു? ടിപ്പു ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം ശ്രീരംഗപട്ടണത്ത് എന്ത് ചെയ്തു? സ്വാതന്ത്ര്യത്തിന്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് വിപ്ലവമായിട്ട് പറഞ്ഞപ്പോഴത്തെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതൊക്കെയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എന്തൊക്കെയാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ എന്തൊക്കെയാണത്? സ്വാതന്ത്ര്യനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നു. രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യ, സ്വത്ത്, സുരക്ഷിതമായ അടിച്ചമർത്തലുകളെ ചെറുക്കാൻ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കൂടിക്കൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്. മനുഷ്യന്മാർക്ക് ഒരു രാജ്യത്ത് കൊടുക്കുന്ന ഏതാനും ചില അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങളായിട്ട് വരുന്നത്. നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഇതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കുവാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. കണ്ടോ? ഇത് തന്നെ വായിച്ചാൽ തന്നെ ഏകദേശം കാര്യം പിടുത്തം കിട്ടും. അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും മനുഷ്യന് അവന്റെ അവകാശമാണ്. ഇത്തരത്തിൽ സമൂഹത്തിന് എന്തെങ്കിലും ചീത്ത രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് വിലക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളുടെ സ്വാതന്ത്ര്യത്തിലോ അയാളുടെ എക്സ്പ്രഷൻസിലോ ഒക്കെ ഒന്ന് കൈയെടുത്താനുള്ള അവകാശം ആർക്കും ഇല്ല കേട്ടോ. ഇനി ലാസ്റ്റ് ആണ് ഫ്രഞ്ച് വിപ്ലവവും നെപ്പോളിയനും. അതോടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതോടെ ഉള്ളൂ. ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ വിപ്ലവം തുടങ്ങി. അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞു ഗില്ലറ്റിൻ അല്ലെ, എന്ത് പറഞ്ഞു? ഭീകരവാഴ്ച. ഈ ഭീകരവാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ആരുടെ നേതൃത്വത്തിലുള്ള ഭീകരവാഴ്ച വന്നത്? റോബസ്പിയറുടെ നേതൃത്വത്തിലാണ് ഭീകരവാഴ്ച നടന്നത്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ വരുന്ന ഭരണാധികാരിയാണെന്ത്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പൊ എങ്ങനെയാണ്? മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിപ്ലവകാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ജക്കോബിയൻ ക്ലബിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഭരണം ഏറ്റെടുക്കുകയും തുടക്കത്തില് ഇദ്ദേഹം എന്ത് ചെയ്തു? ജനങ്ങളെ കയ്യിലെടുക്കുന്ന വേണ്ടിയിട്ട് ഈ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയൊക്കെ അങ്ങ് ഒതുക്കി ടാക്സ് ഒക്കെ ഏകീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങളെ കയ്യിലെടുത്തു. അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഏതൊരു വ്യക്തിക്കും എന്തുണ്ടാവും? എന്നാ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു?
ഫ്രാൻസ് കിട്ടി. എന്നാ പിന്നെ യൂറോപ്പിന്റെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി അങ്ങ് വ്യാപിപ്പിച്ചേക്കാന്നുള്ള ധാരണയിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? യുദ്ധം നടത്തുവാൻ തുടങ്ങി, മറ്റ് പ്രദേശങ്ങളെ കീഴടക്കാനായിട്ട്. അതാണ് ഇദ്ദേഹത്തിന് വിനയായത്. മര്യാദയ്ക്ക് ആ കിട്ടിയ പ്രദേശം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? നെപ്പോളിയൻ ആയിരുന്നു. അപ്പോ ഫ്രാൻസിൽ നടന്ന സംഭവങ്ങളൊക്കെ മറ്റു രാജ്യത്തെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഒരുപാട് നെഞ്ചെടുപ്പുണ്ടാക്കി. അപ്പൊ അവരെന്ത് ചെയ്തു? ഫ്രാൻസിനെ ആക്രമിക്കാനായിട്ട് പദ്ധതിയിട്ടു. ഇവിടുന്ന് ഓടിപ്പോയ പ്രഭുക്കന്മാരും എന്ത് ചെയ്തു? സഹായമൊക്കെ അഭ്യർത്ഥിച്ചു. അപ്പൊ ഈ ഫ്രഞ്ചിനെ മാത്രം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമുക്കും അത് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയവര് എന്ത് ചെയ്തു? ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കി. അപ്പൊ അവരെ നേരിടുന്നതിൽ സുപ്രധാന പങ്കുവച്ചത് ഈ നെപ്പോളിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി. സോ ഇതിന് സഹായിച്ചുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നു. ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായി. അവ എന്തെല്ലായിരുന്നു? കണ്ടോ? കർഷകരുടെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, പൊതുകട ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. അതായത് നമുക്ക് പബ്ലിക് ഡെപ്റ്റ് അല്ലെ, അത് ഇല്ലാണ്ടാക്കാനായിട്ട് സിങ്കിങ് ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക ഫണ്ട് അപ്പൊ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാം. അത് എന്ത് ചെയ്തു? പൊതുകട ഇല്ലാതാക്കാനായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഗതാഗത പുരോഗതിക്കായിട്ട് നിരവധി റോഡുകൾ നിർമ്മിച്ചു. അതുവഴി എന്ത് ചെയ്തു? കച്ചവടം കൂട്ടാനായിട്ട് അത് ഇടയാക്കി. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വ്യാപാരികൾക്കൊക്കെ കൂടുതൽ അത് ഫ്രാൻസിലേക്ക് വരാനും അത് ടാക്സ് കിട്ടുവാനായിട്ടൊക്കെ അത് വഴിവെച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പൊ പ്രഭുക്കന്മാരെ എന്ത് ചെയ്തു? വെറുതെ വിട്ടില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് ലോൺ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ബാങ്ക് സ്ഥാപിച്ചു അദ്ദേഹം. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. അപ്പോ ഒരു പുതിയൊരു നിയമസംഹിതയ്ക്കും അദ്ദേഹം രൂപം കൊടുത്തു. ഇത്തരത്തിലുള്ള പ്രവൃത്തി മൂലം ജനങ്ങൾക്ക് ആദ്യമൊക്കെ എന്ത് ചെയ്തു? ഇദ്ദേഹം കണ്ണിൽ ഉണ്ണിയായിരുന്നു, പിന്നീട് എന്ത് ചെയ്തു? കണ്ണിൽ പൊടിയായിട്ട് മാറുകയും ചെയ്തു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങളെ, ഈ യുവാക്കളെയൊക്കെ നിർബന്ധിച്ച് സൈനിക സേവനത്തിന് പ്രേരിപ്പിക്കുകയും യുദ്ധം ചെയ്യുകയും മറ്റു രാജ്യങ്ങൾ പിടിച്ചെടുക്കാനായിട്ടൊരു ത്വരയും ഇദ്ദേഹത്തിന് ഉണ്ടായി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തത്? ഇത് തോൽവിയിലേക്ക് നയിച്ചത്. അപ്പൊ നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുമോ എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയന്നു. ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനല്ല, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന്റെ അധികാരം നഷ്ടപ്പെട്ടു. അപ്പൊ 1815 ഇദ്ദേഹം ഇങ്ങനെ നിരവധി യുദ്ധങ്ങൾ ചെയ്യുകയും ആദ്യമൊക്കെ ജനങ്ങൾ കൂടെ നിന്നു, ദേശീയതയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലാന്ന്. പിന്നീട് അവർക്ക് മനസ്സിലായി നമ്മളെ യൂസ് ചെയ്തിട്ട് ഇദ്ദേഹം തന്റെ രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്തു? വാട്ടർലൂ യുദ്ധം വരികയും ആരാണ് ഈ വാട്ടർലൂ യുദ്ധത്തിൽ ഇദ്ദേഹത്തെ നേരിട്ടതെന്ന് അറിയാവോ? ആർതർ വെല്ലസ്ലിയാണ്. കിങ് ഓഫ് ഡ്യൂക്സോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ആ നെപ്പോളിയൻ കാലഘട്ടത്തിന്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങള്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഞാൻ ഓടിച്ചു പറയാം. അതോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആ ഡേറ്റുകൾ മാത്രം ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. 3 എസ്റ്റേറ്റുകളാണ്. തിദ്ദൈ എന്ന് പറയുമ്പോൾ ആദ്യത്തെ എസ്റ്റേറ്റ് കൊടുക്കേണ്ട, അല്ല, കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ്. തൈലൈ 3ാമത്തെ എസ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ആരാണ് പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ലൂയി 15-ാമൻ, പിന്നെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14-ാമൻ. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. അടുത്തത് എന്ത് പറഞ്ഞു?
ആശയങ്ങൾ അല്ലെ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. റൂസോ. ആ പിന്നെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും ചെയ്തു. ഏത് രാജവംശാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂർബൻ രാജവംശത്തിലാണ് ഈ ലൂയി 14-ാമനും 15-ാമനും 16-ാമനും വരുന്നത്. ഇനി ആദ്യം വരുന്നത് നമ്മുടെ ഈ എന്താണ് 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ട് എന്ത് ചെയ്തു? ബാസ്റ്റിൻ ജയിൽ തകർത്ത സംഭവം 1789 ജൂലൈ 14 തൊട്ടടുത്ത മാസം മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായി 1789 ഓഗസ്റ്റ് 12. പിന്നെ ഒക്ടോബറിലും സെപ്റ്റംബറിലും എന്ത് ചെയ്തു? നമ്മുടെ ആ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഫ്രാൻസിൽ നടന്ന മുന്നേറ്റങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ ഗില്ലറ്റിന് എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം, അത് നേതൃത്വം കൊടുത്തത് റോബസ്പിയർ ആണ്. അതിനുശേഷം വരുന്നതാണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവം സൃഷ്ടിച്ച അന്നത്തെ പ്രധാന മാറ്റങ്ങൾ അത് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിലാകെ ജലദോഷം എന്ന് പറയുന്നത് ആരാണ്? ആസ്ട്രിയൻ ഭരണാധികാരിയായിട്ടുള്ള മെറ്റേണിക് ആണ്. മെറ്റേണിക് ആയിരുന്നു അത് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഇന്ത്യയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനാണ്, ജക്കോബിയൻ ക്ലബിൽ അംഗമാണ്, ട്രീ ഓഫ് ലിബർട്ടി അല്ലെ, ഇതാണ് അത് സ്ഥാപിച്ചത്. ഇനി നെപ്പോളിയന്റെ കീഴിൽ വരുന്ന കാര്യമാണ് 1799 ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തതും. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അത് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നഷ്ടമായി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യസൈന്യം എന്ത് ചെയ്തു? ആർതർ വെല്ലസിയുടെ കീഴിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കുകയും ഇദ്ദേഹത്തെ സെന്റ് എലീൻ എന്നുള്ള ദ്വീപിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഇതോടെ ഒന്ന് ഓർത്തു വെച്ചേക്ക്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് ചോദിക്കുന്നത്. ഒരൊറ്റ മാർക്കിനെ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ ഒരു 2-3 തവണ വായിച്ചാൽ മതി. ഓക്കെ അല്ലേ?